ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടർ സ്കൂൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുക്കിങ്ങിനെ ഒരു ആർട്ടായിട്ട് കാണാം. അതായത് പലതരത്തിലുള്ള ഡയറ്ററി ഹാബിറ്റ്സും പലതരത്തിലുള്ള കൾച്ചറൽ പാറ്റേൺസും ആയിട്ടിങ്ങനെ ഒരു ഇൻ്റർട്വൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു ആർട്ടായിട്ട് നമുക്കിതിനെ കാണാം, കുക്കിങ്ങിനെ കാണാം. പക്ഷേ അത് മാത്രമാണോ കുക്കിംഗ് എന്ന് പറയുമ്പം? അല്ല, കുക്കിംഗ് വഴി നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ എന്താ, ഡൈജസ്റ്റബിലിറ്റി എൻഹാൻസ് ചെയ്യും. ഡൈജസ്റ്റബിലിറ്റി എൻഹാൻസ് ചെയ്യും. അതായത് ഫുഡിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ച്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഡൈജഷനൊക്കെ എന്ത് ചെയ്യും, ഇച്ചിരൂടെ ഈസിയർ ആക്കും. കുക്ക് ചെയ്ത ഫുഡ് റോ ഫുഡ്സിനെക്കാളും ഇച്ചിരൂടെ ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ഈസിയർ ആയിരിക്കും. നമുക്ക് ചവയ്ക്കാനും ച്യൂ ചെയ്യാനൊക്കെ ഇച്ചിരൂടെ ഈസിയർ ആയിരിക്കും. പിന്നെന്താണ്, ഫ്ലേവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പുതിയ ഫ്ലേവർ അതുപോലെ തന്നെ അരോമ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കുക്കിംഗ് വഴി. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അപ്പറ്റൈറ്റും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, അപ്പറ്റൈറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, മെയിനായിട്ടുള്ള സാധനം എന്താ, മൈക്രോ ഓർഗാനിസം, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് അവിടെ കില്ല് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പാരാസൈറ്റ്സ് ആയാലും ആ പാരാസൈറ്റ്സിൻ്റെ എഗ്സ് ആയാലും ഇതൊക്കെ എന്താണ്, കുക്കിംഗ് വഴി അവിടെ ഡെഡായി പോകുന്നുണ്ട്. ഇതെന്തിനെ എൻഷുവർ ചെയ്യുന്നു, സേഫ്റ്റി. മൈക്രോ ഓർഗാനിസമൊക്കെ അവിടെ ഡെഡായി പോകുന്ന വഴി നമുക്ക് ഫുഡിൻ്റെ ഒരു സേഫ്റ്റി എൻഷുവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെറൈറ്റീസ് ആഡ് ചെയ്യും. അതായത് ഇപ്പം സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് തന്നെ പല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് അവിടെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ എഗ്ഗ് എടുക്കുകയാണെങ്കിൽ തന്നെ എഗ്ഗ് നമുക്കവിടെ ബോയിൽ ചെയ്യാൻ പറ്റും. എഗ്ഗ് നമുക്കവിടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിൽ ഇപ്പം സെയിം ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും, പക്ഷേ കുക്കിംഗ് വെറൈറ്റീസ് കൊണ്ട് നമുക്ക് വെറൈറ്റി ഓഫ് ഫുഡ്സ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അക്സെപ്റ്റബിലിറ്റി, ഇപ്പം നമുക്കൊരു കുക്ക് ചെയ്ത് ഇച്ചിരൂടെ അപ്പീലിംഗ് ആയിട്ട് നമ്മൾ ഒരു ഫുഡിനെ നമ്മളവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, റിജക്ഷൻ വരാനുള്ള. ഇപ്പം കൂടുതലിപ്പോൾ ഈ കുട്ടികളിലൊക്കെ നമ്മൾ ഇച്ചിരൂടെ അപ്പീലിംഗ് ആയിട്ട് കുക്ക് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും, റിജക്ഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അവിടെ. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് കുക്കിംഗ് മെത്തേഡ്സ് ആണ്. അതിൽ വെറ്റ് ഹീറ്റ് മെത്തേഡ്സും ഉണ്ട്, ഡ്രൈ ഹീറ്റ് മെത്തേഡ്സും ഉണ്ട്. വെറ്റ് ഹീറ്റ് മെത്തേഡിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. ആ ബോയിലിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിനെ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ വെള്ളത്തിൽ ഇപ്പം നമുക്ക് റൈസ് ഇടാം, നമുക്ക് ദാലിടാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത് നമ്മൾ എന്തായിരിക്കും 100 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 212 ഫാരൻഹൈറ്റിലാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നുണ്ടാവുക. ഇത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈസ് ആവാം, ദാലാവാം. അപ്പം നമ്മളെന്താണ്, ഈ വിറ്റമിൻസ് മിനറൽസ് ഇതിൻ്റെയൊക്കെ ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിനിമൽ ആയിട്ടുള്ള, അതായത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സസ് ആയിട്ടുള്ള വെള്ളം അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും, വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ലോസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സിമ്മറിങ് എന്ന് പറയുന്നത്. ഈ സിമ്മറിങ് എന്ന് പറയുന്നത് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് 84 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും കുക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത് മെയിൻലി നമ്മൾ മീറ്റ്, ഫിഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, ഹയർ ടെമ്പറേച്ചറിൽ ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ എന്ത് സംഭവിക്കും, ഹാർഡനായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമ്മറിങ് മെത്തേഡ് വഴി നമ്മളിതൊക്കെ കുക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റീമിങ്, സ്റ്റ്യൂയിങ്. സ്റ്റീമിങ് എന്താണ്, സ്റ്റീം കൊണ്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതായത് കുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും, സ്റ്റീമിൽ നിന്നുള്ള ഹീറ്റ് കൊണ്ടായിരിക്കും കുക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ പ്രഷർ കുക്കറിലൊക്കെ ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എബോവ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് അവിടെ സേവ് ആവും, ഫ്യൂവൽ അവിടെ സേവ് ആവും. അതായത് പെട്ടെന്ന് കുക്കായി വരും. പ്രഷർ കുക്കറിലൊക്കെ ആണെങ്കിൽ അവരുടെ ടൈമും എന്തായാലും അവിടെ സേവ് ആവും. ഇനി സ്റ്റ്യൂയിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ബോയിലിങ്ങിനെ വെച്ച് നോക്കുമ്പം അവിടെ എന്ത് സംഭവിക്കും, ലിക്വിഡിൻ്റെ യൂസ് കുറവായിരിക്കും. ബോയിലിങ്ങിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, യൂസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ എമൗണ്ട് അവിടെ കുറവായിരിക്കും. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ബോയിലിംഗ് ഒക്കെ എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ സ്റ്റ്യൂയിങ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 80 ഡിഗ്രി സെൽഷ്യസിലേക്കായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഫുഡ് എന്തായിരിക്കും, ഫുഡ് നമ്മൾ പറഞ്ഞു ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് ഫുഡിൽ
ഹാഫ് കവേർഡ് ആയിരിക്കും. ഫുഡ് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. സ്റ്റൂയിങ്ങിൽ ഹാഫ് കവേർഡ് ആയിരിക്കും. ന്യൂട്രിയൻസ് ഒക്കെ ആ ലിക്വിഡിൽ തന്നെ പ്രസൻറ്റ് ആയിരിക്കും. പിന്നെന്താണ്, ഒരു ബെറ്റർ യൂസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തായിരിക്കും, ലിഡൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് വെക്കും. നമ്മൾ സ്റ്റ്യൂ ചെയ്യുന്ന പാത്രമൊക്കെ നമുക്ക് എന്നുള്ള ആ പാനൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രൈയിങ്. അതിൽ ഷാലോ ഫ്രൈയിങ് ഉണ്ട്, ഡീപ്പ് ഫ്രൈയിങ് ഉണ്ട്. ഷാലോ ഫ്രൈയിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റ് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇപ്പം എഗ്ഗ്, സോസേജ് ഇതൊക്കെ കുക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം കുറച്ച് എമൗണ്ട് ഓഫ് ഓയിൽ മതി. പക്ഷേ ഡീപ്പ് ഫ്രൈയിലാണെങ്കിലും, അതായത് ഇപ്പോൾ ഈ വട, പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തായിരിക്കണം, നമ്മൾ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുറച്ച് കൂടുതൽ എണ്ണ വേണം. ഈ എണ്ണ നല്ലപോലെ ചൂടായിരിക്കുന്ന ടൈമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അതെന്തുകൊണ്ടാണ്? അപ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ അബ്സോർപ്ഷൻ അവിടെ കുറയും. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രൈ ഹീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ റോസ്റ്റിംഗ്, ബേക്കിംഗ്, ബ്രോയിലിംഗ് ഇതൊക്കെയാണ് വരുന്നത്. ഇതിൽ റോസ്റ്റിംഗ് അല്ലെങ്കിൽ ബാർബിക്യൂ അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കുറച്ച് ഫാറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഡയറക്റ്റ്ലി ഹീറ്റിനോടോ അല്ലെങ്കിൽ ഫ്ലെയിമിനോടോ നമ്മൾ എക്സ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് മെയിൻലി നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ ടെൻഡേർഡ് മട്ടൺ ഇതിലേക്കാണ് നമ്മൾ കൂടുതലും റോസ്റ്റിംഗ് അല്ലെങ്കിൽ ബാർബിക്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബേക്കിംഗ് എന്ന് പറയുന്നത്. ബേക്കിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഇതൊരു ഡ്രൈ ഹീറ്റ് മെത്തേഡാണ്. നമ്മളിത് ഓവനിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും, ഒരു ഹോട്ട് എയർ ഓവനിലായിരിക്കും നമ്മൾ ബേക്കിംഗ് ചെയ്യുന്നുണ്ടാവുക. ഇതെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും എന്തായിരിക്കും, ഒരേപോലെ ഹീറ്റ് അപ്ലൈ ചെയ്യും. 250 മുതൽ 500 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് ഇച്ചിരിയുടെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഇതൊരു സ്ലോ മെത്തേഡാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബ്രോയിലിംഗ് അല്ലെങ്കിൽ ഗ്രില്ലിംഗ് എന്ന് പറയും. ഇതെങ്ങനെയായിരിക്കും, ഡയറക്റ്റ് ഹീറ്റ് വെച്ചിട്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ബ്രോയിലിംഗ് അല്ലെങ്കിൽ ഗ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയായിരിക്കും, ഒരു ഡയറക്റ്റ് ഡ്രൈ ഹീറ്റ് കുക്കിംഗ് ആണ്. ഇത് നമുക്ക് ഗ്രില്ലിലോ അല്ലെങ്കിൽ ഹെവി പാനിലോ ഓപ്പൺ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ക്യുക്ക് മെത്തേഡാണ്. ഇത് ഇച്ചിരി കൂടെ ക്യുക്കായിട്ടുള്ള മെത്തേഡാണ്. ഇതിപ്പം കബാബ്സ്, ചീസ്, പൊട്ടറ്റോസ് ഇതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എഫക്ട്സ് ഓഫ് കുക്കിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്താ, ഡൈജസ്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്മൾ നേരത്തെ ബെനിഫിറ്റ്സിൻ്റെ ഒക്കെ അവിടെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, നമുക്ക് എന്താണ് കുക്ക് ചെയ്യുമ്പം ഇച്ചിരൂടെ ചൂ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഡൈജഷനൊക്കെ ഇച്ചിരൂടെ ഈസിയർ ആവുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനെയാണ് ഇവിടെയും നോക്കുന്നത്. ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഡൈജസ്റ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഫുഡ്സൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റാർച്ച് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ബേസ്റ്റ് ആവും. അതുപോലെ തന്നെ മീറ്റ്, ഫിഷ് ഇതിലുള്ള കണക്റ്റീവ് ടിഷ്യൂസ് എന്ത് ചെയ്യും, സോഫ്റ്റൻ ആവും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഡൈജഷൻ എന്തായിരിക്കും, ഇച്ചിരി കൂടെ ഈസിയർ ആയിരിക്കും. എന്താ, കണക്റ്റീവ് ടിഷ്യൂസൊക്കെ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആകുമ്പം നമ്മുടെ ഡൈജഷൻ എന്തായിരിക്കും, ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, മൈക്രോ ഓർഗാനിസത്തിനെ ഡെസ്ട്രോയ് ചെയ്യും. എന്തായിരിക്കും, ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഡെസ്ട്രോയ് ചെയ്യുന്ന വഴി നമുക്ക് ഫുഡ് ഇച്ചിരി കൂടെ സേഫ് ടു ഈറ്റ് ആണ്. കാരണം എന്താണ്, ഹാംഫുൾ ആയിട്ടുള്ള ഇപ്പം ടൈഫോയിഡ് ബാക്ടീരിയാസൊക്കെ പോലെയുള്ള മൈക്രോ ഓർഗാനിസത്ത് അവിടെ കില്ലായി പോകും. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഇൻഡസ്റ്റൈനൽ പാരാസൈറ്റ്സിൻ്റെയൊക്കെ ലാർവേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ എഗ്സോ ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് സംഭവിക്കും, ഡെസ്ട്രോയ് ആയി പോവും, കില്ലായി പോവുകയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുക്ക് ചെയ്യുമ്പം. ഇനി നെക്സ്റ്റ് വരുന്ന തേർഡ് വരുന്നത് എന്താണ്, വിറ്റമിൻസിൻ്റെ ഇമ്പാക്റ്റാണ് അവിടെ വരുന്നത്. അതായത് ഈ B1 അതുപോലെ തന്നെ ഈ വിറ്റമിൻ സി ഇവരൊക്കെയാണ് മെയിൻലി ഡെസ്ട്രോയ് ആയി പോകുന്നത്. പക്ഷേ അതർ വിറ്റമിൻസൊക്കെ ഇത്തിരി കൂടെ സ്റ്റേബിളാണ്. ബാക്കിയുള്ള വിറ്റമിൻസൊക്കെ ഇച്ചിരി കൂടെ സ്റ്റേബിളാണ്. പക്ഷേ ഈ B1 ആൻഡ് വിറ്റമിൻ സി എന്താണ്, കുക്ക് ചെയ്യുമ്പം ഡെസ്ട്രോയ് ആയി പോകും. ഇനി പ്രോട്ടീൻ എന്താണ്, ഹീറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും, പ്രോട്ടീൻ കോആഗുലേറ്റ് ചെയ്യും. അതും എന്താണ്, ഡൈജഷൻ ഇച്ചിരി കൂടെ ഈസിയർ ആക്കുന്നുണ്ട്. പിന്നെ ടെക്സ്ചർ ആൻഡ് കളർ, നമുക്കറിയാം കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും എന്ത്, കളറ് ചേഞ്ച് ആവുന്നതും അതുപോലെ തന്നെ എന്താണ്, ടെക്സ്ചർ ചേഞ്ച് ആവുന്നതും. അതുപോലെ തന്നെ അവിടെ എന്ത് സംഭവിക്കും, ഫുഡിൻ്റെ പാലറ്റബിലിറ്റി അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കുക്കിംഗ് ഇമ്പാക്ട്സ് ഓൺ ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്കൊരു റൈസ് എടുക്കാം. ഇപ്പോൾ റൈസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിലുള്ള സ്റ്റാർച്ച് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സ്വെല്ല് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ബേസ്റ്റ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജലാറ്റിനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്,
നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? വാട്ടറിനെ അബ്സോർബ് ചെയ്യും, അത് സ്വെൽ ചെയ്യും, എന്നിട്ട് എന്ത് സംഭവിക്കും? ബേസ്റ്റ് ചെയ്യും. ഇതിനാണ് നമ്മൾ ജലാറ്റിനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ ബോയിലിംഗ് ടെമ്പറേച്ചറിലൊക്കെ എത്തുമ്പോഴാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. ഈ റൈസ് പോലെയുള്ള ഫുഡ്സൊക്കെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്ന എന്താ? പ്രോട്ടീനിനെ കുറിച്ചിട്ടാണ്. പ്രോട്ടീൻ എന്താണ്? ഒരു 60°C എത്തുമ്പോഴേക്കും തന്നെ പ്രോട്ടീൻ എന്ന് സംഭവിക്കുമ്പോൾ കോആഗുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പം നമ്മളിപ്പം എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ആൽബുമിൻ എന്ത് ചെയ്യും? ഹാർഡൻ ആവും. എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്യുമ്പം അതിലുള്ള ആൽബുമിൻ എന്താവും? ഹാർഡൻ ആയിട്ട് മാറും. അപ്പോൾ ഈ എഗ്ഗ് നമ്മൾ ഇച്ചിരി കൂടുതൽ ടൈം ബോയിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് പിന്നെയും എന്തായിരിക്കും? ഇച്ചിരി ടഫായിക്കൊണ്ടിരിക്കും, ഇച്ചിരി ഹാർഡായിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? ഫാറ്റ്സ് ആണ്. ഈ ഫാറ്റ്സിന് എന്താ? വലിയ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഹീറ്റ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊന്നും വലിയ ചേഞ്ച് ഒന്നും ഫാറ്റ്സിന് സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് എന്താണ്? വിറ്റമിൻസ് ആണ്. ഈ വിറ്റമിൻസിൽ എന്താണ്? ഇവിടെയും എന്താണ്? വിറ്റമിൻസിൻ്റെ ലോസ് എന്താണ്? അൺഅവോയ്ഡബിൾ ആണ്. വിറ്റമിൻസിൻ്റെ ലോസ് എന്തായാലും അവിടെ സംഭവിക്കും. പക്ഷെ എന്താണ്? കൂടുതലും ലോസ് ആവുന്നത് എന്താണ്? തൈമിനും വിറ്റമിൻ സിയുമാണ്. തൈമിനും വിറ്റമിൻ സിയുമാണ് അവിടെ കൂടുതലും ലോസ് ആവുന്നത്. ഇപ്പം നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വിറ്റമിൻസിൻ്റെ ഡിസ്ട്രക്ഷൻ എന്തായിരിക്കും? ഇച്ചിരൂടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മിനറൽസ് എടുക്കുകയാണെങ്കിൽ അവിടെയും അത്ര വലിയ എഫക്ട്സ് ഒന്നും മിനറൽസിനും അത്ര വലിയ എഫക്റ്റ് അവിടെ സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് എടുക്കുകയാണ്. ആ ഫുഡ്സിൽ എന്തൊക്കെ ചേഞ്ചാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ സിറിയൽസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു റൈസ് എടുത്തു. റൈസ് ഒരുപാട് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റമിൻസും മിനറൽസും ആ വാഷിംഗ് വഴി എന്ത് സംഭവിക്കും? ലോസായി പോകും. ഇപ്പം എന്തെയാണ്? എക്സസ് വാട്ടറിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണ്. അപ്പം എക്സസ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ എന്ത് ചെയ്യും? ഡ്രെയിൻ ചെയ്ത് കളയും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ബി വിറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും അവിടെ ലോസായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വാട്ടർ എന്തായിരിക്കണം? ഫുള്ളി അബ്സോർബ് ചെയ്യാൻ പറ്റണം. റൈസിന് ആ വാട്ടർ ഫുള്ള് അബ്സോർബ് ചെയ്യാൻ പറ്റണം. ഈ സിറിയൽസ് എന്ത് ചെയ്യും? ഈ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടറിനെ അബ്സോർബ് ചെയ്യും, സ്റ്റാർച്ച് സ്വെൽ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ബേസ്റ്റ് ചെയ്യും. ഇതെന്തിലേക്ക് ലീഡ് ചെയ്യും? നമ്മുടെ ഡൈജഷൻ ഇച്ചിരി കൂടെ ഈസിയർ ആക്കും. ഇനി പൾസസ് എടുക്കുകയാണെങ്കിൽ പൾസസ് എന്താണ്? പ്രോട്ടീൻ റിച്ച് ആണ്. 20 to 25% എന്താണ്? പ്രോട്ടീനാണ്. ഇതെന്താണ്? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് സ്റ്റാർച്ചാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പൾസസ് പ്രോപ്പറായിട്ട് ബോയിൽ ചെയ്യുക എന്നുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആൻറ്റി ട്രിപ്സിൻസ് ഡെസ്ട്രോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. എന്തിനാണ്? പൾസസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റി ട്രിപ്സിൻസ് ഡെസ്ട്രോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വിറ്റമിൻസ് ആൻഡ് മിനറൽ റിച്ച് ആണ്. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്താണ്? വിറ്റമിൻസ് ആൻഡ് മിനറൽസ് റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ഈ വിറ്റമിൻ എ ഒന്നും നമ്മൾ അത്ര കുക്ക് ചെയ്യുമ്പം അത്ര വലിയ എഫക്റ്റ് ചെയ്യുന്നില്ല. കുക്കിംഗ് വഴി വിറ്റമിൻ എയൊന്നും അത്ര വലിയ ലോസ് സംഭവിക്കുന്നില്ല. പക്ഷെ എന്താണ്? വിറ്റമിൻ സിയും ആൻഡ് തൈമിനും എന്ത് സംഭവിക്കും? ഡെസ്ട്രോയ് ചെയ്ത് പോവും. വിറ്റമിൻ സി ആൻഡ് തൈമിൻ എന്ത് സംഭവിക്കും? ഡെസ്ട്രോയ് ചെയ്ത് പോകും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് ഡെസ്ട്രോയ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൈം എന്ന് പറയുന്നതും പെട്ടെന്ന് എന്ത് സംഭവിക്കും? ലോസ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ കുക്ക് ചെയ്ത വാട്ടർ, അതായത് നമ്മളിപ്പം ഒരു എക്സസ് ആയിട്ടുള്ള വാട്ടറിലാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ലോസ് സംഭവിക്കും? വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ലോസ് നമുക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ നമ്മൾ പറഞ്ഞു. ബേക്കിംഗ് സോഡ എന്ത് സംഭവിക്കും? ബേക്കിംഗ് സോഡ ഇതിലേക്ക് ലീഡ് ചെയ്യും? വിറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ലോസിലേക്ക് ലീഡ് ചെയ്യുന്നതെന്ന് സംബന്ധിച്ചു. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിനിമൽ വാട്ടറിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളത് ഡ്രെയിൻ ചെയ്ത് പോകുന്ന വഴി എന്ത് സംഭവിക്കും? വിറ്റമിൻസും മിനറൽസും ലോസായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫ്രൂട്ട്സ് നമ്മൾ കൂടുതലും റോ ആയിട്ട് കഴിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? വിറ്റമിൻസിൻ്റെ അധികം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇനിയിപ്പം നമ്മൾ സ്റ്റ്യൂയിങ് പോലെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവിടെ ലോസ് സംഭവിക്കുന്നത് എന്തിനായിരിക്കും? ഈ വിറ്റമിൻ സി പോലെയുള്ള വിറ്റമിൻസ് ലോസായി പോകാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. ഇനി അതർ വെജിറ്റബിൾസ്
അതർ വെജിറ്റബിൾസ് ഇപ്പം പൊട്ടറ്റോ ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പീൽ ചെയ്യാതെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്കിൻ അങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ചെടുക്കാം. അപ്പോൾ അവിടെ അധികം വിറ്റമിൻ ലോസ് വരുന്നില്ല. അതുപോലെ തന്നെ മിനിമലായിട്ടുള്ള വാട്ടറിലോ സ്റ്റീമിലോ ഒക്കെ നമുക്കത് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളത് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ മിനിമലായിട്ടുള്ള വാട്ടറിലോ സ്റ്റീമിലൊക്കെയാണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ലോസ് അവിടെ കുറയും. ഇനി എഗ്ഗ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻസ് എന്ത് ചെയ്യും, കോആഗുലേറ്റ് ചെയ്യും. 60 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും പ്രോട്ടീൻസ് കോആഗുലേറ്റ് ചെയ്യും. ഒരു 64 മുതൽ 65 എത്തുമ്പോഴേക്കും അതെന്ത് സംഭവിക്കും, ഫുള്ളി സെറ്റായിട്ടായിരിക്കും. 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും അതെന്തായിരിക്കും, ഇച്ചിരി ടഫായിട്ടുണ്ടായിരിക്കും. ബട്ട് എന്തായിരിക്കും, ന്യൂട്രിയൻസ് ഒക്കെ റിമെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിലൊന്നും വലിയ ചേഞ്ച് സംഭവിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മീറ്റ് എന്ന് പറയുന്നത്. മീറ്റ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, പ്രോട്ടീൻ. അപ്പം പ്രോട്ടീൻ എന്ത് സംഭവിക്കും, കോആഗുലേറ്റ് ചെയ്യും. മീറ്റിൽ എന്താണ്, പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ സംഭവിക്കും, കോആഗുലേറ്റ് ചെയ്യും. എഗ്ഗിൽ എന്താണ്, ആൽബുമിൻ, പ്രോട്ടീൻ ഉണ്ട്, അതെന്ത് സംഭവിക്കും, കോആഗുലേറ്റ് ചെയ്യും. അങ്ങനെ ആലോചിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്, അതിലുള്ള വാട്ടർ റെഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾക്ക് ഈ ബീഫൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ആ ബീഫിലുള്ള വാട്ടറൊക്കെ ഇങ്ങനെ പോയിട്ട് ആ പീസസ് ഒക്കെ എന്തായിരിക്കും, ഇങ്ങനെ ഷ്രിങ്ക് ആയിട്ടുണ്ടാവും. അതാണ് വാട്ടർ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഒരു ഷ്രിങ്കേജ് അവിടെ സംഭവിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും, കൊളാജൻ സോഫ്റ്റൻ ആയിട്ട് ജലാറ്റിനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ കണക്റ്റീവ് ടിഷ്യൂസിലുള്ള ഫാറ്റ്സ് എന്ത് ചെയ്യും, അവിടെ സ്റ്റേ ചെയ്യും. അതിൽ വലിയ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ മീറ്റിലുള്ള ഫാറ്റ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്ത് പോകും. പിന്നെ മിനറൽസ് എന്താണ്, നമ്മളിപ്പം ഗ്രേവി, സൂപ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് മിനറൽസ് എന്ത് സംഭവിക്കും, ആ വെള്ളത്തിലേക്ക് തന്നെ മിനറൽസ് എന്ത് ചെയ്യും, ലോസ്റ്റ് ആവും. അതുപോലെ തന്നെ ബി വിറ്റമിൻസ്, എക്സ്പെഷ്യലി തയമീൻ എന്ത് സംഭവിക്കും, ലോസ്റ്റ് ആയി പോവും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മിൽക്ക് എന്ന് പറയുന്നത്. നമ്മൾ മിൽക്ക് നമുക്ക് തിളപ്പിക്കും, നമുക്കറിയാം, നമ്മളവിടെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മേലെ ഒരു ഫാറ്റ് ലെയർ ഫോം ചെയ്യും. ഈ ഫാറ്റ് ലെയറിൽ എന്ത് തട്ടി നിൽക്കും, സ്റ്റീം ഈ ഫാറ്റ് ലെയറിൽ തട്ടി നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ബോയിലർ, അതായത് തിളച്ച് പൊന്തി വരും. അതായത് ഈ ട്രാപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ സ്റ്റീം എന്ത് സംഭവിക്കുന്നുണ്ട്, മിൽക്കിനെ മേലോട്ട് പുഷ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, പാല് തിളച്ച് പോവുക, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ എന്ത് സംഭവിക്കും, ഒരു കുക്കഡ് ടേസ്റ്റ് വരും. അത് എന്തുകൊണ്ടാണ്, ലാക്ടോസ് ബേണിംഗ് ഉള്ളതുകൊണ്ട്. എന്താണ്, ലാക്ടോസ് ബേണിംഗ് സംഭവിക്കുന്ന വഴി അവിടെ എന്ത് സംഭവിക്കും, കാരമലൈസേഷൻ ഓഫ് മിൽക്ക് ഷുഗർ എന്നുള്ളത് അതെന്താണ്, മിൽക്ക് ഷുഗർ ഏതാണ്, ലാക്ടോസ് ആണ്. ലാക്ടോസിൻ്റെ ബേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു കുക്കർ ടേസ്റ്റ് വരും. അതുപോലെ തന്നെ ലാക്റ്റാൽബുമിൻ എന്ത് സംഭവിക്കും, ഈ വെസൽസിൻ്റെ സൈഡിലും ബോട്ടത്തിലൊക്കെ അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കും ലാക്റ്റാൽബുമിൻ. അതുപോലെ തന്നെ വിറ്റമിൻ സിയും തൈമിനും ഒക്കെ എന്ത് സംഭവിക്കും, ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ഓൾറെഡി മിൽക്കിൽ എന്തായിരിക്കും, വിറ്റമിൻ സി വളരെ കുറഞ്ഞൊരു എമൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ആ വിറ്റമിൻ സി തന്നെ എന്തായി പോകും, ലോസായി പോകും. അതുപോലെ തന്നെ ബോയിലിംഗ് എന്ത് റെസ്റ്റോർ ചെയ്യും, എൻസൈമുകളെയും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് ബോയിലിംഗ്. ഇനി നെക്സ്റ്റ് ആണ് ഫിഷ് എന്ന് പറയുന്നത്. ഫിഷിൽ എന്തായിരിക്കും, ചെറിയ കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ടൈമിൽ തന്നെ ഇതെന്ന് സംഭവിക്കും, കുക്കായിട്ട് വരും. അതായത് ഫിഷിൽ നമുക്കറിയാം, നമ്മൾ ചിക്കനൊക്കെ ഇപ്പം ബീഫിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഫിഷ് പെട്ടെന്ന് കുക്കാം. കാരണം എന്താ, അതിലുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ഭയങ്കര ചെറിയ കണക്റ്റീവ് ടിഷ്യൂസാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അത് പെട്ടെന്ന് കുക്കായിട്ട് വരും. അതുപോലെ തന്നെ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും, അതിലുള്ള പ്രോട്ടീൻസ് കോആഗുലേറ്റ് ചെയ്യും. സോ ഇത്രയാണ് നമ്മുടെ കുക്കിംഗ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.